بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد قال الله تعالى ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم قال رسول الله صلى الله عليه وسلم أكثروا ذكر محاسن موتاكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. മരണപ്പെട്ടുപോയ മഹാത്മാക്കളെ സ്മരിക്കുക, അവരുടെ ചരിത്രങ്ങൾ ഉദ്ധരിക്കുക, അവരുടെ വിവരണം ജനങ്ങളിലെത്തിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് നമ്മുടെ പ്രിയങ്കരനായിരുന്ന മർഹൂം ACS ബീരാൻ മുസ്ലിയാരെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് സംഘടനയും സ്ഥാപനവും എല്ലാം വേണം, എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും കൂടിക്കൂടി വരുന്ന കാലഘട്ടമാണ്. വാഹന സൗകര്യം, ടെലിഫോൺ സൗകര്യം, നെറ്റ് സൗകര്യം, ഇതെല്ലാം വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ എങ്ങനെ ഇവിടെ വളർത്തിയെടുത്തു, സമസ്ത കേരള സുന്നി യുവജന സംഘം എങ്ങനെയാണ് വളർന്നു വന്നത്, വിദ്യാഭ്യാസ ബോർഡ് എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് അല്പമൊന്ന് ചിന്തിക്കുന്നത് നല്ലത് ആണ്. അതിന് മഹാനായ ACS ബീരാൻ മുസ്ലിയാരുടെ ചരിത്രം നമുക്ക് ഉദാഹരണമായി എടുക്കാം. 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ മഹാൻ ഇപ്പോൾ 25ാമത്തെ ഉറൂസ് സമയമാണ്, ആണ്ട് സമയമാണ്. അങ്ങനെ 25 കൊല്ലത്തിന് മുമ്പ് ഇവിടെ പ്രവർത്തിച്ച മഹാൻ സമസ്തയുടെ മുബല്ലിഗ് എന്ന പേരിലാണ് ACS ബീരാൻ മുസ്ലിയാർ അറിയപ്പെട്ടത്. സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാ മുക്കിലും മൂലയിലും മഹല്ലത്തുകൾ തോറും എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ചുമതലയാണ് മഹാനവറുകൾ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ വളരെ ത്യാഗം സഹിച്ചു കാൽനടയായി പല സ്ഥലത്തും പോയിട്ടുണ്ട്. ബസ് കയറിയാണ് യാത്ര ചെയ്യാറുള്ളത്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിൽ ഉള്ള ഒരു അമുസ്ലിം സഹോദരന് ബീരാൻ മുസ്ലിയാരോട് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യം ചുരുങ്ങിയത് കോഴിക്കോട്ട് എത്തും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഏതായാലും എത്തും.
നാട്ടിലേക്ക് പോകുമ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോഴും പല സ്ഥലത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും SOESൻ്റെയും എല്ലാം പ്രചരണങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും കിതാബുകളും തൻ്റെ ബാഗിലുണ്ടാവും. അതും എടുത്ത് നടക്കാൻ പ്രയാസമായതുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ നിസ്കരിക്കാൻ പോകും. പള്ളിയിൽ നിസ്കരിക്കാൻ സുന്നികളുടെ പള്ളി അന്ന് കോഴിക്കോട് ഇല്ല. പടിഞ്ഞാറ് ഭാഗങ്ങളിലല്ലാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തൊന്നും സുന്നികളുടെ പള്ളിയില്ല. മൊഹീദ്ദീൻ പള്ളി സുന്നികളുടെ പള്ളിയായിരുന്നുവെങ്കിലും അത് മുജാഹിദുകൾ പിടിച്ചെടുത്ത് അവർ നടത്തി വരുന്ന പള്ളിയായതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കാറില്ല. എന്നാൽ ആ പള്ളി നമ്മുടെ പള്ളിയാണ് യഥാർത്ഥത്തിൽ എന്ന കാരണത്താൽ ബസ് വന്നിറങ്ങി അടുത്ത ബസ്സിൻ്റെ അടുക്ക് നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്കാണ് പോവുക. ആ പോകുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ബാഗും സാധനങ്ങളുമെല്ലാം ബസ് സ്റ്റാൻഡിലുള്ള ക്ലോക്ക് റൂമിൽ കൊടുത്ത് ഏൽപ്പിക്കും. തിരിച്ച് അദ്ദേഹം വാങ്ങിക്കൊണ്ട് പോകും. ഇങ്ങനെ കൊല്ലങ്ങളോളം നടന്നപ്പോൾ ഈ ക്ലോക്ക് റൂമിലുള്ള ഒരു അമുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് പെട്ടിയും ബാഗുമെല്ലാം വാങ്ങി ബസ്സിൽ വെച്ച് കൊടുക്കും. അത്രത്തോളം അടുപ്പമായി. അങ്ങനെ പെട്ടിയും പേറി ബാഗും പേറി സഹിച്ച് ആണ് മഹാനവറുകൾ മഹല്ലുകൾ തോറും ചെന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകമായി മനസ്സിലാക്കണം. അതോടൊപ്പം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ മർഹൂം അവരുകളുമായി വളരെ ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം വലിയ വലിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരിക്കൽ വളവന്നൂർ യത്തീം ഖാനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം കച്ചവടം ചെയ്തു ബാപ്പ മുസ്ലിയാർ. അതിൻ്റെ പിരിവിനായി ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിൽ പോകുമ്പോൾ ACS ബീരാ മുസ്ലിയാരെയാണ് കൂടെ കൂട്ടിയത്. കാരണം അദ്ദേഹത്തിന് അവിടെയെല്ലാം പരിചയമുണ്ട് ബാംഗ്ലൂരിൽ. അവിടെ പോയി ബാംഗ്ലൂരിൽ ചെന്നാൽ സെലക്ട് ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്. ഞാനും ആ കാലഘട്ടത്തിലെല്ലാം പോയാൽ സെലക്ട് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ഞങ്ങളെല്ലാം അവിടെ താമസിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളും അതിന് കാശൊന്നും വാങ്ങാതെ സൗജന്യമായി നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി വന്നതാണല്ലോ, സ്ഥാപനത്തിനും സംഘടനയ്ക്കും വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്, അതുകൊണ്ട് കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങാതെ ഞങ്ങളെ താമസിപ്പിക്കുന്ന ഹോട്ടലാണ് സെലക്ട് ഹോട്ടൽ. ആ ഹോട്ടലിൽ പോയി താമസിച്ചു. ബാപ്പ ഉസ്താദിൻ്റെ അടുത്തേക്ക് കുറേ ആളുകളൊക്കെ വിളിപ്പിക്കാൻ നോക്കിയെങ്കിലും കാര്യമായി ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രധാനമായും ഒന്നും കിട്ടാതെ ബാപ്പ ഉസ്താദിന് ഏക്കലിൻ്റെ ആസ്തമയുടെ രോഗം വന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി താമരശ്ശേരി എത്തിയപ്പോൾ ബീരാ മുസ്ലിയാരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോവുക എന്ന് ചോദിച്ചപ്പോൾ ബീരാ മുസ്ലിയാർ പറഞ്ഞു, നമ്മളെ AP അബൂബക്കർ മുസ്ലിയാർ ദർശ നടത്തുന്നത് മങ്ങാട്, അവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പൂനൂരിൽ നിന്ന് മങ്ങാട്ട് വന്ന് പൂനൂരിൽ നിന്ന് മങ്ങാട്ടേക്ക് വരുന്ന റോഡൊക്കെ അന്ന് വളരെ
മോശമായ റോഡാണ്, ടയറ് ചളിയിൽ പൂണ്ടുപോകും. ഞാനും അങ്ങനെ അവിടെ എത്തി. എന്നെ വിളിച്ചപ്പോൾ ഞാൻ തഹയ്യുറായി. കാരണം എൻ്റെ നാട്ടിൽ 1000 റുപ്യ എടുത്ത് തരാൻ ഉള്ള ആൾ പോയിട്ട് 100 രൂപ തരാൻ പറ്റിയ ആളുകൾ പോലും അവിടെ ഇല്ല. അതാണ് സ്ഥിതി. എങ്കിലും അൽഹംദുലില്ലാ ഞാൻ തവക്കുലാക്കി പാപ്പു ഉസ്താദ് വിളിച്ചതല്ലേ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇറങ്ങി. ആ മഹല്ലത്തിലുള്ള ഒരു 4-5 ആളുകളോട് ചില കാശുകൾ വാങ്ങി. പിന്നെ പൂനൂരിലും കോളിക്കലും കാന്തപുരത്തും എല്ലാം കുറച്ചാളുകളെ കണ്ട് അന്നത്തെ ഒരു നല്ല സംഖ്യ പിരിച്ചു കൊടുക്കാൻ സാധിച്ചു. ഏതായിരുന്നാലും ACSൻ്റെ ആ പരിശ്രമമാണ് അന്ന് തൽക്കാലം അവിടെ ഒരു മുട്ടുശാന്തിക്ക് പരിഹാരമായി കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഏത് സമയത്തും ദീനിൻ്റെ രംഗത്ത് ആവശ്യമായ ഏത് സമയവും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വയനാട് പൊയ്തനയിൽ ഒരു തർക്കമുണ്ടായി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഷെയ്ഖാണോ അല്ലേ, വലിയാണോ അല്ലേ എന്നുള്ള തർക്കം ഉണ്ടായി. അദ്ദേഹം മരിച്ചപ്പോൾ ഖബർ വെച്ചത് സംബന്ധിച്ചും അവിടുന്ന് അങ്ങോട്ടുള്ള പരിപാടികളെ സംബന്ധിച്ചും നാട്ടുകാർ തർക്കം മൂത്ത് ഗൗരവത്തിലെത്തിയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് വീരാ മുസ്ലിയാരായിരുന്നു. അവിടെ ചെന്ന് അൽഹംദുലില്ലാ ഞങ്ങൾ സംസാരിച്ചു. 2 വിഭാഗത്തിൻ്റെയും വഴക്ക് നല്ലൊരു മസ്ലഹത്തുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ മസ്ലഹത്ത് ഇപ്പോഴും നിലനിൽക്കുകയുമാണ്. ഏതായിരുന്നാലും അങ്ങനെ എവിടെയെല്ലാം കേസും കൂട്ടവും വഴക്കും വക്കാളവും ഉണ്ടോ അവിടെയൊക്കെ ഇടപെട്ട് വേണ്ടത് തീർക്കുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മുഖ്ലിസായ വ്യക്തിയായിരുന്നു ACS ബീരാ മുസ്ലിയാർ എന്ന് ഇന്നത്തെ ചെറുപ്പക്കാരെ ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം പോലെ നാം സേവനനിരതരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.